പരപരാന്ന് വെളുത്തു. ഞാൻ എണീറ്റ് ഉടനെ കുറച്ച് വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ബാൽക്കണിയിൽ അടക്കി ചെന്ന് നിന്നപ്പോൾ അവിടെ ഒടുക്കത്തെ വെയിൽ. ഞാൻ വീണ്ടും വാതിലൊക്കെ പൂട്ടിയിട്ട് വീണ്ടും റൂമിൻ്റെ ഉള്ളിൽ തന്നെ വന്നിരുന്നു. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ ആൻറ്റി അവിടെ ചപ്പാത്തി പരത്തന കണ്ടു. ആൻറ്റി പരത്തന ചപ്പാത്തിയൊക്കെ അമ്മ അവിടെ പൂരിയായിട്ട് ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും കറിയാന്ന് എനിക്ക് മനസ്സിലായി. അച്ഛൻ അവിടെ എന്തൊക്കെ വർക്ക് ലാപ്പിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഒമാൻ വ്ളോഗിൻ്റെ പാർട്ട് 1 കണ്ടതിൻ്റെ ഓർമ്മയ്ക്ക് അമ്മ എന്നെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളിനി ഡോൾഫിൻ വാച്ചും സ്നോർക്കലിങ്ങിനും പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. വെള്ളത്തിൻ്റെ കാര്യമായതുകൊണ്ട് ആൻറ്റിക്ക് പേടിയുള്ളത് കൊണ്ട് അച്ഛൻ അത് എന്തൊക്കെയോ പറഞ്ഞിട്ട് ആൻറ്റീനെയും നമ്മളെല്ലാവരെയും കൺവിൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിന് പോകാൻ വിചാരിച്ചു. അതിഥി ദേവോ ഭവ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഷെറി എനിക്ക് കഴിക്കാൻ ബ്രെഡും ഹണിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തരുമായിരുന്നു. ഷെറിയുടെ കസ്റ്റമർ സർവീസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മിഷ്കാക്ക് എന്നെന്തോ പറയുന്ന ഒരു സംഭവം കണ്ടെന്നു. അതിനൊപ്പം ബർഗർ ഉണ്ടായിരുന്നു. ഞാൻ ചിക്കൻ ബർഗറാണ് കഴിച്ചത്. ഞാൻ നല്ല വൃത്തിക്ക് നല്ല കുറേ മാന്തി പൊളിച്ച് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ആഘോഷമായിട്ട് എൻ്റെ വീഡിയോ പാർട്ട് 1 ടി വിയിലൊക്കെ ഇട്ട് കണ്ടിട്ട് കുറേ നേരം അതും പറഞ്ഞിട്ട് കുറേ ചിരിച്ചു. അങ്ങനെ നമ്മൾ ഇനി ഡോൾഫിൻ വാച്ച് കാണാൻ പോവാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച കാറിൽ നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഡോൾഫിൻ വാച്ചും സ്നോർക്കലിങ്ങിനും വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ നിന്ന് ഒരു 40 മിനിറ്റ് യാത്രയുണ്ട് നമ്മുടെ സ്ഥലത്തേക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ സ്ഥലത്തെത്തി. മരീന ബന്ദർ അൽ റൗദയിൽ എത്തി. ഇനി ഇവിടെയാണ് നമ്മൾ ഡോൾഫിൻ വാച്ച് കാണാൻ വേണ്ടിയിട്ട് പോണത്. ഇവിടെ നിന്ന് ബോട്ടിൽ നമ്മളിനി 1 ഹവർ ട്രാവൽ ചെയ്യണം, എന്നാലും നമുക്ക് ഡോൾഫിൻ വാച്ച് കാണാൻ പറ്റുള്ളൂ. ഇത് ടോട്ടലി ഒരു 3 മണിക്കൂറിൻ്റെ പരിപാടിയാണ്. അങ്ങനെ നമ്മുടെ സംഭവങ്ങളൊക്കെ സെറ്റായി നമ്മളിനി ബോട്ടിലേക്ക് കയറാൻ പോവാണ്. ഇന്ന് നമ്മുടെ ബോട്ടിൽ കൂടുതലും യൂറോപ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഒരു സായിപ്പും മദാമയും അവരുടെ കുഞ്ഞൊരു ഉണ്ണീനെയും പിടിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇങ്ങനെ പാരൻസ് ഒരു കുഞ്ഞുണ്ണീനെയും കണ്ട് ഈ കടലിൻ്റെ ഇടയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്തൊക്കെയാണ് പറയാൻ നമുക്കറിയില്ല. പക്ഷേ അവരുടെ കൾച്ചർ ആയതുകൊണ്ട് അവർക്ക് അതൊന്നും പ്രശ്നമില്ല, അവർ വന്നു. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നമ്മുടെ ബോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. ആദ്യം വെള്ളത്തിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു, ബോട്ടിൻ്റെ എടുത്തു, അങ്ങനെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തന്നെ കുറേ ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ വ്യൂ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കണ്ണുകൾ കൊണ്ട് എൻജോയ് ചെയ്തു. അമ്മ അവിടെ എണീറ്റ് നിന്നിട്ട് ബസ്സിലൊക്കെ നിൽക്കണം മാതിരി എണീറ്റ് നിന്ന് കമ്പിയുമൊക്കെ പിടിച്ച് വ്യൂ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. സായിപ്പും മദാമിയും വെയിലത്ത് കിടന്ന് ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് വെയിലത്ത് എടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഫ്രണ്ടിൽ എൻ്റെ സീറ്റിൽ തന്നെ ഇരുന്നിട്ട് എൻജോയ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈ ചൂണ്ടിയിട്ട് ഏതോ ഒരു ഡോൾഫിനെ കണ്ട സന്തോഷത്തിൽ ഭയങ്കരമായിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് മൈൻഡാക്കാൻ പോയില്ല, കാരണം ഇനിയും കുറേ ഡോൾഫിൻസിനെയാണ് കാണാൻ പോകണമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞു നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി അവിടെ കുറേ ഡോൾഫിൻസിനെ കാണുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് നോക്കി. ഡോൾഫിൻസിൻ്റെ അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഒരു മോർ ദാൻ 200 ഡോൾഫിൻസിനൊക്കെ നമ്മൾ ആ സ്ഥലത്ത് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവരും ബോട്ടിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ നിന്ന് കുറേ ഡോൾഫിൻസിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പക്ഷേ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി നിന്നാൽ ഈ സാധനം ബാക്കിൽ പോയി നിന്നിട്ടാണ് ചാടുക. മദാമിയും സായിപ്പൊക്കെ അവരുടെ കുട്ടീനെ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവരും എൻജോയ് ചെയ്തു. പാവൻ ചേട്ടൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ ബേബീനെ പിടിക്കുന്നു പറഞ്ഞപ്പോഴാണ് മദാമിക്ക് അത് അതിൻ്റെ കുട്ടിയാണെന്ന് തന്നെ മനസ്സിലായത്. അങ്ങനെ മദാമ കുട്ടീനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓടി പോണതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ യാത്രയൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും കുറേ ഡോൾഫിൻസിനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഡോൾഫിൻസിന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് കുറേ മുന്നോട്ട് പോയി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡോൾഫിൻസിനൊക്കെ ഇത്രയ്ക്കും അടുത്ത് കാണുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളത് ഗോവയ്ക്ക് പോയപ്പോഴാണ്. പക്ഷേ അത് ഡോൾഫിൻ വാച്ച് എന്ന് പറഞ്ഞ് പോയപ്പോഴും ആകെ ഒരു ഡോൾഫിൻ്റെ നിഴലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്ര അടുത്ത് നമുക്ക് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അതിൻ്റെയും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു, നല്ല സന്തോഷത്തിലായിരുന്നു. സിംഗപ്പെണ്ണ എന്നൊക്കെ പറഞ്ഞ് പാട്ടിട്ട് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുറേ വീഡിയോസ് ചെരിഞ്ഞ് നിന്നിട്ടും നേരെ നിന്നിട്ടൊക്കെ ഉള്ളത് എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമുക്ക് അവരെ കുടിക്കാൻ വേണ്ടിയിട്ട് ഡ്രിങ്ക്സും കേക്കൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കടലിൽ കാണുന്ന കുഞ്ഞ ഡോൾഫിൻസിനെ നമ്മൾ സ്മോൾ ഫിൻസ് എന്നാണ് പറയുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എൻ്റെ അമ്മ കടലിലെ വെള്ളമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു ഈ വെള്ളത്തിന് ഭയങ്കര ഉപ്പാണെന്ന്. 2025 അമ്മയുടെ ആദ്യത്തെ കണ്ടുപിടുത്തം, കടലിലെ വെള്ളത്തിന് ഉപ്പാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി നമ്മൾ സ്നോർക്കലിങ്ങിന് പോവാണ്. ഈ വെള്ളത്തിൽ കാണുന്ന കറുത്ത സംഭവങ്ങളൊക്കെ കോറൽസ് ആണ്, അതിലൊന്നും ചവിട്ടാൻ പാടില്ല. അപ്പുറത്തെ ബോട്ടിൽ നമ്മുടെ സായിപ്പിൻ്റെയും മദാമയുടെ ഒക്കെ കുളിസിനൊക്കെ കണ്ടു. ഇനി നമ്മൾ ചാടാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനു മുമ്പ് നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ആൾ വന്നിട്ട് നമുക്ക് എന്താണ് ഇൻസ്ട്രക്ഷൻസ്, ടോട്ടോയ്സിനെ ചവിട്ടാൻ പാടില്ല, ആമേനെ ചവിട്ടാൻ പാടില്ല, കോറൽസ് ഉണ്ടാവും അത് ചവിട്ടാൻ പാടില്ല, ലൈഫ് ജാക്കറ്റ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ കുറേ ഫോട്ടോസ് എടുത്ത് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി. 2 പേര് ലൈഫ് ജാക്കറ്റ് ഇടാൻ കാണിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നേരത്തെ പരിശ്രമത്തിനിടയിൽ ലൈഫ് ജാക്കറ്റൊക്കെ എടുത്തു. പിന്നെ നമുക്ക് കണ്ണിലൊക്കെ മൂക്കിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി ഗൂഗിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കണ്ടപ്പോൾ ലക്ഷദ്വീപിൽ പോണ ഒരു ഫീൽ എനിക്ക് വന്നു. കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു. അതിന് കേക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ കൂട്ടായിട്ട് വന്നിട്ട് മീനൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിനി വെള്ളത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ സേഫ്റ്റി ഗൂഗിൾസ് വെക്കണമെങ്കിൽ നമുക്കൊരു ടെക്നിക്ക് വേണം. അതിനാണ് അമ്മ കഷ്ടപ്പെടുന്നത്. ആദ്യം ഇത് പല്ലുകൊണ്ട് കടിക്കണം, എന്നിട്ട് നമ്മുടെ വായയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് ചുണ്ട് അതിൻ്റെ പുറത്തേക്ക് വരുന്ന രീതിക്കാണ് ഇത് ഇടേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ എടുത്ത് ഒന്ന് വെച്ചിട്ട് ഇടാൻ പറ്റുന്നോ എന്ന് സെറ്റാക്കി നോക്കി. പക്ഷേ ഒറ്റയടിക്കൽ ജാക്കറ്റും ഈ സംഭവങ്ങളും വെച്ചിട്ട് ചാടാൻ പാടില്ല. അത് നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് വെള്ളത്തിൽ ചാടിയിട്ട് 10 മിനിറ്റ് അവിടെ സെറ്റായി നിന്നതിന് ശേഷമാണ് നമ്മൾ ഈ സംഭവം കണ്ണിലിടുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര തപ്പിപ്പിടുത്തായിരിക്കും. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ 2 ഇരട്ടി വെളുപ്പുള്ള സ്ഥലത്ത് കടലിലേക്ക് ഇറങ്ങാൻ പോണത്. ഞാൻ ഇതുവരെ നീന്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കാലുകൊണ്ട് നടന്ന് നീന്തലായിരുന്നു. കാരണം എൻ്റെ കാലം അവിടെ ഉറപ്പിക്കാൻ പറ്റുന്ന സ്ഥലത്തായിരുന്നു ഞാൻ ഇതുവരെ നീന്തിയ കനാലിലൊക്കെ.
ഞാൻ ചന്ദ്രമഴയത്ത് അമൃതേനെ പോലെ സർവ്വവസ്ത്ര വിഭൂഷിതയായിട്ടാണ് കടലിലിറങ്ങിയത്. ബിക്കോസ് എൻ്റെ കയ്യിലുള്ള ഏറ്റവും തിന്നായിട്ടുള്ള ഡ്രസ്സ് ഇതായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ഇതൊക്കെ ഇട്ടുണ്ടായിരുന്നത്. അച്ഛൻ്റെ മക്കളൊക്കെ നീന്തൽ പഠിച്ചിട്ടുള്ള കാരണം വെള്ളത്തിൽ മീൻ നീന്തി പോകണ മാതിരി നല്ല സിമ്പിളായിട്ട് നീന്തുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്ര സിമ്പിളായിരുന്നില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കടലിൽ ഇങ്ങനെ കിടക്കുന്നതും പിന്നെ എനിക്ക് നീന്തൽ അറിയില്ല. അങ്ങനെ ലൈഫ് ജാക്കറ്റിൻ്റെ സഹായത്തോടെ ഞാനങ്ങനെ വെള്ളത്തിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലൈഫ് ജാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ ലൈഫ് ജാക്കറ്റ് നമ്മുടെ ഹെഡിൻ്റെ മേലേക്ക് പൊന്തി പോകുമ്പം നമ്മൾ താഴ്ന്നു പോകും. അപ്പോൾ നമ്മളത് ഇറക്കി പിടിക്കണം. അപ്പോൾ ആ ഒരു ട്രിക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു അസ്വസ്ഥത തോന്നും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് വീഴാൻ പോയി. ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു എന്ന്. പക്ഷേ ഞാൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ മലർന്നു കിടന്നാലും പിന്നെ എനിക്ക് കുഴിയപ്പം മറിയണ മാതിരി മറിയാൻ പറ്റില്ല. അതായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നീന്താണ്. അമ്മ ദേ വെള്ളത്തിൽ കൂടെ ഓടുന്നുണ്ട്, പക്ഷേ നീന്തുക എന്നാണ് അമ്മ പറയുന്നത്. അങ്ങനെ എല്ലാവരും ആ സംഭവങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും വ്യൂ ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. റോസ്മിനെ നീന്താൻ പറ്റാത്ത കാരണം ആ ചേട്ടൻ റോസ്മിൻ്റെ ചെവിക്ക് പിടിച്ചിട്ട് അപ്പുറത്തെ ബീച്ചിലേക്ക് കൊണ്ട് എത്തിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ഞാനും പിന്നാലെ വരാം, എന്നെ പിടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ വിചാരിച്ചു ഞാൻ സഹായിക്കാൻ പറയേണ്ടതാണ്. അങ്ങനെ പൂത്തിനെ വെള്ളത്തിൽ കൊണ്ടുപോകണ പോലെ ആ ചേട്ടൻ ഞങ്ങളെ രണ്ടെണ്ണത്തിനെയും പിടിച്ചിട്ട് കടലിൻ്റെ ഒരു അറ്റത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്, ബീച്ചിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നീന്തി പോന്നു. റോസ്മി പേടി കാരണം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ല അടിപൊളി സംഭവമായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ്. പിന്നെ നമ്മുടെ ഗൂഗിൾസൊക്കെ എടുത്തിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ മീൻ പോകണത് അതൊക്കെ നോക്കി. തിരിച്ച് കയറിയപ്പോഴാണ് നമ്മുടെ കൈമൊക്കെ മുറിവൊക്കെ പറ്റിയത്. എങ്ങനെയാണെന്ന് അറിയില്ല, ബോട്ടിൻ്റെ സൈഡിൽ കൊണ്ടതായിരിക്കും അറിയില്ല. പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിലത്ത് കുറച്ച് നേരം ബോട്ടിലിരുന്നു. ഈ ചേട്ടൻ പിള്ളേരിനായിട്ട് ഭയങ്കര കമ്പനി ആയതുകൊണ്ട് എല്ലാ പിള്ളേരോടൊപ്പം ബോട്ട് ഓടിക്കണ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബോട്ടിൽ വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ സ്വിറ്റ്സർലൻഡിലെ ഉണ്ണിയോടൊപ്പം കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുള്ള മാലാക കുട്ടിയുടെ പോലെയുള്ളൊരു ഉണ്ണി. അതിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടിക്കാൻ തോന്നും, അത്ര ഭംഗിയുള്ളൊരു ഉണ്ണി. പിന്നെ നമ്മളൊരു ഷാർക്കിനെ കാണാൻ പോയി. ഷാർക്കിനെ നമ്മൾ കണ്ടു, പക്ഷേ നമുക്ക് ഫോണിൽ കാണാൻ പറ്റില്ല, അത്രയ്ക്ക് ബേബി ഷാർക്കായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ പണ്ട് കടലായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മേലേക്കൊക്കെ കടലായിരുന്നു. കടലിറങ്ങിയിട്ടാണ് ഇതുവരെ വെള്ളമായിരുന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ആരും ഈ മല ഇങ്ങനെ ചെത്തിയെടുക്കൊന്നുമില്ലല്ലോ എന്ന് അച്ഛൻ പറഞ്ഞു. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. അപ്പോൾ ഇതൊക്കെ കടലായിരുന്നു, ഇതിൻ്റെ മേലേക്ക് വരെ കടലിലത്തെ വെള്ളമായിരുന്നു എന്നാണ് നമ്മുടെ പ്രാഥമിക അനുമാനം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റായിട്ട് തിരിച്ചു വന്ന് 3 മണിക്കൂറിൻ്റെ പരിപാടിയായിരുന്നു. അങ്ങനെ നമ്മൾ സംഭവമൊക്കെ നന്നായി എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാഷ്റൂമിലേക്ക് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വന്നു. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ AC ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മ ഏതൊരു യൂറോപ്യൻ കുട്ടീനെ കണ്ടാലും വാട്ട് ഈസ് യുവർ നെയിം, വിച്ച് കൺട്രി, വിച്ച് ക്ലാസ് എന്നീ 3 ചോദ്യങ്ങൾ ചോദിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൊന്നും ചോദിക്കാറില്ല. അങ്ങനെ അമ്മ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുളി കഴിഞ്ഞ് സെറ്റായിട്ട് അവിടെ നിന്നും കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇറങ്ങി. നന്നായി നീന്തിയ കാരണം, നീന്തുക മീൻസ് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് കുറേ വെള്ളത്തിൽ ഓടിയ കാരണം നമുക്ക് ഭയങ്കര വിശപ്പും ദാഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തുള്ള പാർക്കിൽ വന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാർക്കിൽ കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് ഫോട്ടോസ് എടുത്ത് വീഡിയോസൊക്കെ എടുത്തു. പാർക്ക് കാണാൻ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, ഭയങ്കര സ്പേഷ്യസ് ആണ്. പിന്നെ ആൾക്കാരൊന്നും അധികം ഇല്ല. അമ്മയുടെ നടത്തം കണ്ടിട്ട് അമ്മ ഈ മരത്തിൻ്റെ കൊമ്പ് വീട്ടിലേക്ക് കൊണ്ടുവരാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ യാത്ര എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. അപ്പം നമ്മുടെ ഡോൾഫിൻ വാച്ചും സ്നോർക്കലിങ്ങും സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഗുഡ് ബൈ.